എന്നാൽ നിന്റെ കാര്യം അങ്ങനെയല്ല പീറ്റർ. നിന്റെ പ്യുവറായിട്ടുള്ള ശക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിൽ നിന്റെ ശക്തി പ്യുവർ തന്നെയാണ് പീറ്റർ. ഐ സി. അങ്ങനെയെങ്കിൽ ഞാൻ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്യുവറായിട്ടുള്ള പവറുള്ള ആളാണെങ്കിൽ താങ്കൾ ആരാണ് ഈസികേൽ? താങ്കൾക്കും എൻ്റേതുപോലെ തന്നെ ശക്തികളുണ്ടല്ലോ. ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല പീറ്റർ. ഞാൻ ഈ പറഞ്ഞ വേട്ടക്കാർ സ്വാഭാവികമായിട്ടും നല്ല കാര്യങ്ങളോട് എതിർപ്പുള്ളവരാണ്. അവരെല്ലാം അത് സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൽ ചിലത് അതിനെ സ്പൈഡർമാൻ പേടിക്കേണ്ടതുണ്ട്. ഈ ഭൂമി നിലനിന്നിരുന്നത് രണ്ട് കാര്യങ്ങളെ അപേക്ഷിച്ചായിരുന്നു. ഒന്ന് വേട്ടയും മറ്റൊന്ന് അതിജീവനവും. ഈ ലോകത്ത് നല്ല ശക്തികളുള്ളതുപോലെ തന്നെ ചില അശുദ്ധമായിട്ടുള്ള ശക്തികളുമുണ്ട്. ഇവർ നല്ല ശക്തികളെ നശിപ്പിക്കുന്നതാണ്. ആ ഒരു കൂട്ടത്തെ അവർ തന്നെ വിളിച്ചിരുന്നത് ഇൻഹേറ്റേഴ്സ് എന്നായിരുന്നു. നൂറ്റാണ്ടുകളായി സ്പൈഡർമാനെ പോലെ തന്നെ പ്യുവറായിട്ടുള്ള ശക്തിയുള്ള ആളുകളെ കൊന്ന് അവരുടെ ശക്തി ഊറ്റിയെടുക്കുന്ന ഒരു കൂട്ടമുണ്ടായിരുന്നു. ആ ഒരു കൂട്ടത്തിലെ ഒരു വേട്ടക്കാരൻ ഇവിടെയും എത്തിയിട്ടുണ്ട്. ആ വേട്ടക്കാരൻ്റെ ലക്ഷ്യം സ്പൈഡർമാനാണ്. അവൻ്റെ പേരാണ് മോർലോൺ. അവൻ സ്പൈഡർമാനെ ഇല്ലാതാക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ പീറ്റർ, നീ പേടിക്കേണ്ട. നിന്നെ രക്ഷിക്കാൻ ഞാനൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. എൻ്റെ കൂടെ ഓഫീസിലേക്ക് വരണം. 2 ബ്ലാക്ക് കോഫി. താങ്ക് യു സർ. വെൽക്കം. വരൂ, ഇവിടെ നിന്ന് കുറച്ച് പോകാനുണ്ട്. ഓക്കെ, താങ്ക് യു. പിന്നെ പീറ്റർ, ഞാൻ അത്യാവശ്യം ഒരു പണക്കാരൻ തന്നെയാണ്. എല്ലാം എൻ്റെ പവറുകൾ ഉപയോഗിച്ചുകൊണ്ട് നേടിയെടുത്തതാണിത്. ഇതാണോ നിങ്ങളുടെ ഓഫീസ്? യെസ്. ഇരിക്കൂ പീറ്റർ, പ്ലീസ്. ഓക്കെ. വെൽക്കം പീറ്റർ. ഈ സീക്രട്ട് റൂം നിർമ്മിച്ചെടുക്കാൻ ഞാനും എൻ്റെ എൻജിനീയേഴ്സും കഴിഞ്ഞ 2 വർഷമാണ് പണിയെടുത്തത്. ഇതിൻ്റെ ഭിത്തികൾ 2 ഫീറ്റ് സോളിഡ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ മുറിയിൽ പീറ്ററിന് കഴിഞ്ഞുകൂടാൻ ഭക്ഷണവും വെള്ളവും എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ ഓക്സിജൻ സജ്ജീകരണങ്ങളുമുണ്ട്. പിന്നെ പീറ്റർ, എൻ്റെ റൂം എടുക്കുകയാണെങ്കിൽ അവിടെ 4 മാസം ഫുഡ് സപ്ലൈയുമുണ്ട്. പീറ്റർ, നിനക്ക് മോർലോനെ ഒറ്റയ്ക്ക് നേരിടാൻ സാധിക്കില്ല. നിന്നെ എനിക്ക് സഹായിക്കണമെന്നുണ്ട്. പക്ഷെ നമ്മൾ 2 പേര് വിചാരിച്ചാലും അത് സാധിക്കുന്നതല്ല. പീറ്റർ, നീ ഈ മുറിയിലായിരിക്കുമ്പോഴെല്ലാം നിന്റെ ശക്തികൾ ഈ മുറിക്ക് മറച്ചു വയ്ക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നീ എവിടെയുണ്ടെന്ന് മോർലോന് സെൻസ് ചെയ്തറിയാൻ സാധിക്കില്ല. മോർലോൺ അവൻ്റെ ശക്തികൾ ഉപയോഗിച്ച് എത്ര തന്നെ ശ്രമിച്ചാലും നീ എവിടെയുണ്ടെന്ന് അവന് സെൻസ് ചെയ്തറിയാൻ സാധിക്കില്ല. നിന്നെ കിട്ടാതെ വരുമ്പോൾ അവൻ ഈ സിറ്റി വിട്ടു പോകുന്നതായിരിക്കും. നിങ്ങൾ എനിക്ക് വേണ്ടി ഈ ചെയ്തതിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട് ഈസിക്കേൽ. പക്ഷേ ഐ ആം സോറി, ഞാൻ മിണ്ടാതിരിക്കുന്ന കൂട്ടത്തിലല്ല. പീറ്റർ, പീറ്റർ പ്ലീസ്. നിന്റെ സാന്നിധ്യം മോർലോന് സെൻസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവൻ നിന്നെ കൊന്നുകളയും. ഇല്ല ഈസിക്കേൽ, ഞാൻ ഈ റൂമിൽ കഴിച്ചു കൂട്ടുന്നതായിരിക്കില്ല. മാത്രമല്ല എനിക്ക് ഒരു ക്ലാസ് എടുക്കാനുമുണ്ട്. പോരാത്തതിന് റെസ്പോൺസിബിലിറ്റിയുമുണ്ട്. അത് നിങ്ങൾക്കറിയാമല്ലോ. ബട്ട് പീറ്റർ. ഓക്കെ പീറ്റർ, ഗുഡ് നൈറ്റ്.